എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇനി കാത്തിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനാണ്. 2026 മെയ് മാസത്തിലാണ് പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണം നടക്കാൻ പോകുന്നത്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ വർഷവും മസ്റ്ററിംഗ് എന്നത് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഉണ്ടാകില്ല. വീടുകളിലെ ഭൗതികതല പരിശോധനകളിൽ ഇളവ് ലഭിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ AC ഉൾപ്പെടെയുള്ള വസ്തുക്കളെ ആഡംബര വസ്തുക്കളിൽ നിന്നും ഒഴിവാക്കി പെൻഷൻ തള്ളുന്നത് തടയാനും സാധ്യതയുണ്ട്. എന്നാൽ പെൻഷൻ വിതരണം നിലവിലെ രീതി തുടരാനാണ് സാധ്യത. അതായത് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി മുഖാന്തരം കടമെടുപ്പിലൂടെ എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ് വിതരണം നടക്കുന്നത്. ഇലക്ഷനോടനുബന്ധിച്ച് LDF സർക്കാർ അവസാനമായി ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാസത്തിലധികമായി പെൻഷൻ ആളുകൾക്ക് ലഭിച്ചിട്ട് ഇനിയും 10-15 ദിവസം പെൻഷന് കാത്തിരിക്കേണ്ടി വരും. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അടുത്ത പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള തുക അനുവദിക്കുക. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് LDF സർക്കാർ മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ യഥാസമയത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എങ്കിലും ഫണ്ട് അനുവദിക്കേണ്ടത് ഇനി വരുന്ന സർക്കാരാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാകും. സാധാരണത്തെ പോലെ 25-ാം തീയതി തന്നെയായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. സർക്കാരിന്റെ ആദ്യ മാസമായതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരിക്കലും മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. വരും മാസങ്ങളിലും 2000 രൂപ ലഭിക്കും. അടുത്ത ബജറ്റ് ഉടനെ ഉണ്ടാകും. അതായത് ഇടക്കാല ബജറ്റ് നടക്കും. അതിൽ 100 രൂപയുടെയെങ്കിലും പെൻഷൻ വർധനവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കുന്നതാണ്. 52 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വാങ്ങുന്ന ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള 10 ലക്ഷത്തോളം ആളുകൾക്കുമാണ് മെയ് മാസത്തെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. 2000 രൂപ തന്നെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1600 തന്നെയായിരിക്കും ലഭിക്കുക. കുടിശ്ശികയുടെ കാര്യം സർക്കാരിന്റെ പുതിയ നയപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ തൊഴിൽ വകുപ്പിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും കുടിശ്ശിക ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഈ സർക്കാരിന്റെ ആദ്യ പെൻഷൻ വിതരണം 20-ാം തീയതിക്ക് ശേഷം ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം. കോൺഗ്രസ് മറ്റു പാർട്ടികളെ പോലെയല്ല, കോൺഗ്രസിൻ്റെതാകുമ്പോൾ കുറച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട്. ഇതിൽ ഒരാളെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മറ്റു മന്ത്രിമാർ അധികാരമേൽക്കണം. ഇതിൽ ധനമന്ത്രിയാണ് ധനവകുപ്പിന്റെ ഫണ്ടുകൾ അനുവദിക്കേണ്ടത്. അപ്പൊ ആരായിരിക്കും പുതിയ ധനമന്ത്രി എന്നൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 20-ാം തീയതിക്ക് ശേഷം നമുക്ക് പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 25-ാം തീയതിയോട് കൂടി വലിയ താമസമില്ലാതെ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതുമാണ്. കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.